Hi dears, welcome back to Fashion Week Designs. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ ജോർജറ്റ് കളക്ഷൻ നമ്മൾ കാണാൻ പോകും. നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒക്കെ വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും നോർമൽ കൈൻഡ് ബോർഡർ എംബ്രോയിഡറി ഒന്നുമല്ല, ഫുൾ ഇതേപോലെ വർക്ക് ഒക്കെ വന്നിരിക്കുന്ന ഒരു ജോമെട്രിക്കൽ സ്റ്റൈലിലുള്ള ചെറിയ ചെറിയ വർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു നല്ല ദുപ്പട്ടയൊക്കെ വരുന്ന ഒരു സെറ്റാണ്. പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുറേ കളേഴ്സ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണുന്നുണ്ട്. ഇത്രയും കളർ ഷെയ്ഡ്സുകളിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാവരുടെയും ഏറ്റവും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്. ആൻഡ് വർക്ക് ആണെങ്കിലും വളരെ അടിപൊളിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. എൻ്റെ വർക്ക് ഉണ്ട്, നല്ല വൈഡായിട്ട് നിൽക്കുന്ന ഒരു നെക്കാണ് അതിൽ കൊടുത്തേക്കുന്നത്. അതിൽ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് റെയിൻബോ കട്ട് ബീഡ്സ് ആണ്, ആൻറ്റിക് അല്ല വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറേ കോമ്പിനേഷൻസിൽ വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് തോന്നാം. ഗോൾഡ് ആൻറ്റിക്കിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു റെയിൻബോ ടോണിലുള്ള ബീഡ്സും വൈറ്റ് പേൾസും കൊടുത്തിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ വർക്ക് നോക്കിയാൽ മതി, നല്ല വൈഡ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ഇത് കൊടുത്തേക്കുന്നത്. ആൻഡ് ദുപ്പട്ട വന്നിട്ടും ടോപ്പിലൊരു കൈൻഡ് ഓഫ് റെയിൻബോ ടോൺസ് ആയതുകൊണ്ട് കാണുമ്പോൾ നമുക്കൊരു ആൻറ്റിക്കിൻ്റെ പിന്നെ വൈറ്റിൻ്റെ ടോൺ തോന്നുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡാണ് ഉണ്ട്. വൈറ്റും ആൻറ്റിക്കിൻ്റെയും ആ ഒരു ടോൺസിലാണ് ഈ ദുപ്പട്ടയിൽ ഫുള്ളും വർക്ക് വന്നിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കാണുന്ന നല്ല ലുക്കുള്ള ഒരു അടിപൊളിയായിട്ടുള്ള, അതും ദുപ്പട്ടയും റെയർ ആയിട്ട് കാണുന്ന ടൈപ്പ് ഒരു സ്റ്റൈലാണ്. ദുപ്പട്ടയൊക്കെ നേരിട്ട് കാണാനാണ് കുറച്ചുകൂടെ ലുക്ക് വരുന്നത്. ആൻഡ് ബോർഡർ ഇങ്ങനെ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ്, ഇതാണ്. അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ചെറി ടോണിൽ വർക്ക് സെയിം തന്നെയാണ്. ഇനി ജസ്റ്റ് ബേസ് കളേഴ്സിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. ആ ഒരു റെയിൻബോ ടോണിൽ തന്നെ വരുന്ന ബീഡ്സും റെയിൻബോ ടോൺ കൊണ്ട് അല്ലാതെ വരുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ ടോണിലുള്ള ബീഡ്സും പിന്നെ വൈറ്റ് പേൾസും ആണ് ഈ വർക്കിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഇതുണ്ട്. ദുപ്പട്ട ഫുള്ളും ഒരു കൈൻഡ് ഓഫ് സിൽവർ ടോണും ആൻറ്റിക് ടോണിലുള്ള ഫുൾ എംബ്രോയിഡറി പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ കൊടുത്തേക്കുക. ടോപ്പിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വിത്ത് ബോട്ടോ ലൈനിങ്ങും ഉണ്ട്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത്. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒണിയൻ റെഡ് ആണ്, ഒണിയൻ പിങ്ക് ആണ് യൂഷ്വലി വരുന്നത്. ഇതിൽ കുറച്ചുകൂടെ ഒണിയൻ റെഡ് ടോണിലാണ് വന്നേക്കുന്നത്. നല്ലൊരു വെറൈറ്റി കളർ ടോൺ ആണ്. വർക്ക് സെയിം തന്നെ. ഇനി ജസ്റ്റ് ബേസ് കളേഴ്സിലുള്ള ചേഞ്ച് ഉള്ളൂ. ഓൺ ഡിസൈൻ വരുന്ന ടോപ്പിന് ലെങ്ത് 2.6 മീറ്ററും ദുപ്പട്ട 2.4 ആണ്. ആൻഡ് ഫോട്ടോ ലൈനിങ്ങും സാൻഡ് ടൂൺ ആണ് ഫാബ്രിക്. ഇത് വന്നിട്ട് നമ്മുടെ ഒരു ഗ്രേപ്പ് വയലറ്റ് ഒക്കെ പോലെ വരുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ്. അതായത് പക്ക ഗ്രേപ്പ് വയലറ്റ് അല്ല, കുറച്ചുകൂടെ ഇതിനകത്തൊരു ഓർക്കിഡിൻ്റെ കൂടെ ബ്ലണ്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡ് പാറ്റേൺ ആണ്. വർക്ക് സെയിം തന്നെ. ഹെവി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ നെക്ക് പാറ്റേൺ ആണ്. ഹാൻഡ് വർക്ക് നെക്കും ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഫുൾ ഒരു ജോമെട്രിക്കൽ സ്റ്റൈൽ, അതായത് കുറേ സ്ക്വയേഴ്സ് ആണ്, സ്ക്വയേഴ്സിൻ്റെ സ്റ്റൈലാണ് ഈ ഒരു എംബ്രോയിഡറി വന്നിരുന്നതും സിൽവറും ആൻറ്റിക്കും ഷെയ്ഡിലുള്ള ത്രെഡ്സും കൊണ്ടുള്ളൊരു പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ. വിത്ത് ബോത്ത് ബോർഡേഴ്സും ആൻറ്റിക് ഫിനിഷ്ഡ് ടോണിലാണ് ആ ഒരു സ്കാലപ്പ് ഫിനിഷ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത്. സെക്കൻഡ് ലാസ്റ്റ് കളറ് ഒരു ബർഗണ്ടി മെറൂൺ ഷെയ്ഡാണ്. പക്ക മെറൂൺ അല്ല. അതിലെയും വർക്ക് സെയിം തന്നെ. എല്ലാത്തിലും ഈ ഒരു ദുപ്പട്ടയിലെ കോമ്പിനേഷൻസ് സെയിം തന്നെയാണ്. റേറ്റ് 1380, 1380 വിത്ത് ഫ്രീ ഷിപ്പ്. ഇതാണ് എല്ലാം ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഓർക്കിഡ് വയലറ്റിൻ്റെ തന്നെ ഒരു പുതിയ ടോണാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ തെളിച്ചുള്ള ഒരു ഷെയ്ഡ് പാറ്റേൺ. വർക്ക് സെയിം. ഇതാണ് അടിപൊളിയായിട്ടുള്ള പേൾസും റെയിൻബോ കട്ട് ബീഡ്സും ആണ് ഇതിൽ മെയിൻ ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്